ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് ഈ ഒരു 8-ാമത്തെ ആഴ്ച അഭിലാഷ് പുറത്തായി എന്നുള്ള ചില കിംവദന്തികളൊക്കെ കേൾക്കുന്നുണ്ട്. 100% ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ചില ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈവ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഒനിയില് അഭിലാഷ് രംഗങ്ങളൊക്കെ മാറി മാറി ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. അവര് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അതുപോലെ അഭിലാഷിൻ്റെതായിട്ടുള്ള ഫൈനൽ വീഡിയോ ഒക്കെ റെഡിയാക്കിക്കൊള്ളാനുള്ള ഇൻഫോർമേഷൻ ഒക്കെ കൊടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാണെങ്കിലും നമുക്ക് നോക്കാം. ഇത് ബിഗ് ബോസ് ആണ്. നമുക്ക് അതുകൊണ്ട് അവസാന നിമിഷം മാത്രമേ ആരായിരിക്കും എവിക്റ്റ് ആയി എന്നുള്ള ഒരു കൺഫർമേഷൻ പറയാൻ സാധിക്കത്തുള്ളൂ. നിലവിൽ അഭിലാഷ് ആയിരിക്കും പുറത്താകുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത്. നമ്മുടെ ഈ ഒരു 8-ാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസിലുള്ള കണ്ടസ്റ്റൻസിൽ ഡേഞ്ചറസ് സോണിൽ കിടന്നിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അഭിലാഷ്. അതുപോലെ തന്നെ ഏറ്റവും വോട്ട് കുറവ് കാണിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു അഭിലാഷ്. ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് അഭിലാഷിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് എടുത്തു പറയത്തക്ക ഒന്നും തന്നെ ഇല്ല. ഒരു എന്താ പറയുന്ന ഒരു ഷാഡോ പിടിച്ച് ഒനീലിന്റെ കൂടെ കമ്പനി അടിച്ച് ഒരു പുണ്യാളം നടിച്ച് ഞാൻ മികച്ച പ്ലെയർ ആണെന്ന് പുറത്ത് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ആദ്യ കുറച്ച് സമയങ്ങളിൽ എന്തൊക്കെയോ അലർച്ചയും ഒച്ചയൊക്കെ ആയിട്ട് നടന്നു. പിന്നീട് ഇവരൊരു ഗ്രൂപ്പിനെ പൊളിക്കാൻ ഒരു ഗ്രൂപ്പായിട്ട് നടന്നു. പിന്നെ കൂടെ നടക്കുന്നവരെയും കൂടെ കൂട്ടുന്നവരെ എല്ലാം പിന്നീന്ന് കുത്തിയും അവരെ ഒറ്റപ്പെടുത്തിയും അല്ലെന്നുണ്ടെങ്കിൽ അവരെ ചതിച്ചുമൊക്കെ പയ്യെ പയ്യെ മുന്നോട്ട് പോകുന്ന ഒരു അഭിലാഷിനെയാണ് കണ്ടത്. ഒരു മികച്ച ഗെയിമർ എന്നോ മികച്ച അഭിപ്രായങ്ങൾ പറയുന്നെന്നോ നമ്മളൊന്നും എവിടെയും കണ്ടിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങളുടെ ഇടയിൽ പോയിട്ട് രണ്ട് അഭിപ്രായം പറഞ്ഞിട്ട് താനും അവിടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാത്രമാണ് അഭിലാഷിനെ നമ്മൾ ഇതുവരെയും കണ്ടിരുന്നത്. പല നോമിനേഷനുകളിലും നൈസായിട്ട് എസ്കേപ്പ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അഭിലാഷ്. എന്തായാലും ഈ ഒരു 8-ാമത്തെ ആഴ്ച അഭിലാഷിന് ഭാഗ്യം തുണച്ചില്ല, പുറത്തേക്ക് പോയി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.